നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസിനൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയിരുന്നത്. ധാരാളം പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിൽ വളരെ സന്തോഷം. പുതിയതായിട്ട് വന്നവർക്ക് അറിയാമോ എന്നറിയില്ല. ഈ ചാനൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. ഇതിന് മുമ്പ് വേറെ 1-2 പ്രധാനപ്പെട്ട ചാനലുകളും എനിക്കുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ജേണി തുടങ്ങിയത് 2017 മുതൽ തന്നെ ഞാൻ യൂട്യൂബിലുണ്ട്. അപ്പോൾ 8 വർഷത്തെ അനുഭവങ്ങളാണ്. ഒരുപാട് ചാനലുകൾ അടിച്ചുപോയി, പലതും ടെർമിനേറ്റായി, പലത് ഡിമോണിറ്റൈസായി, ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി, എല്ലാ കാര്യത്തിലും നല്ല അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്നവരിൽ പലരും, പുതിയതായിട്ട് വന്നവരിൽ പലർക്കും അറിയില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ചാനൽ ഒരു നല്ല രീതിയിൽ ഓർഗാനിക്കായിട്ട് തന്നെ ഗ്രോ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം കൊണ്ടായിരുന്നു ഈ രീതിയിൽ മുമ്പോട്ട് പോകാം. പെട്ടെന്നുള്ള ഒരു വളർച്ചയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എങ്കിലും ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് റെഗുലറായിട്ട് ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് മോട്ടിവേഷൻ, എനിക്ക് നിങ്ങളാണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ തരുന്നത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ധാരാളം നല്ല നല്ല ഫാമിലി മെമ്പേഴ്സിനെ എനിക്ക് ഈ ചാനൽ വഴി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമ്മൾക്ക് കടക്കാം. അപ്പോൾ എപ്പോഴും പറയാനുള്ളതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരാൾക്കും ചാനലിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, വ്യൂസ് വരുന്നുണ്ടോ, എത്ര വ്യൂസായി. അപ്പോൾ വ്യൂസ് വരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തല പുകഞ്ഞ് നമ്മളെല്ലാവരും ആലോചിക്കാറുണ്ട് അല്ലേ. എങ്ങനത്തെ ടൈറ്റിൽ ഇടണം, എന്ത് ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്താൽ അത് വൈറലാകുന്നത്, തമ്പനയിൽ എന്തിടണം, എത്ര ദൈർഘ്യമുള്ളതായിരിക്കണം. അപ്പോൾ ഒരു വീഡിയോവും ഒരു ചാനലും നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ഞാൻ 1-2 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അത് അത്രയ്ക്ക് മനസ്സിലായോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ യൂട്യൂബ് തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾക്ക് തരുന്നുണ്ട്. ഏത് സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടാൽ, അതായത് ഓരോ ആളുകൾക്കും ആ സമയം വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങളുടെ സമയം ഏതാണോ ഏറ്റവും നല്ലത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കുക. അതിൻ്റെ നോക്കാനുള്ള സ്ക്രീൻഷോട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ചാനൽ മാക്സിമം ആളുകൾ സന്ദർശിക്കുന്ന സമയം ഏതാണോ, കഴിയുന്നതും ആ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. രാവിലെ 5 മണിക്ക് ചെയ്യാം, ഉച്ചയ്ക്ക് ചെയ്യാം, വൈകുന്നേരം 3 മണിക്ക് ചെയ്യാം, ഇല്ല രാത്രി ഒരു 2 മണിക്ക് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഇന്ന സമയത്ത് തന്നെ വീഡിയോസ് നിങ്ങൾ ഇടണം എന്നുള്ള യാതൊരു നിബന്ധനകളുമില്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് വരികയുള്ളൂ. ഇത് നിങ്ങൾ നേരെ നോക്കിയില്ലെങ്കിൽ വ്യൂസ് വളരെ കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാലും ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ പോയി നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഏറ്റവും വ്യൂസ് കിട്ടുന്ന സമയം വന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വൈകുന്നേരം ഒരു 6 മണിയാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയമാണ് 6 മണി എന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആ 6 മണിക്ക് ഇട്ടാലും നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിപക്ഷം പേരും ആ സമയത്ത് രംഗത്തുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോ അവർ പോയി കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് ചെന്ന് കാണുമ്പോഴേക്കും യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് ഇത് നല്ല രീതിയിൽ പോകുന്നൊരു വീഡിയോ ആണല്ലോ, നമുക്ക് ഇത് കുറച്ച് ആളുകളുമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അയച്ചു കൊടുക്കാം എന്നുള്ള കാര്യം AI കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുന്നു. അതേസമയം ഇപ്പോൾ നിങ്ങൾ രാത്രിയിൽ ഒരു 2 മണിക്കാണ് നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നിരിക്കട്ടെ. അപ്പോൾ ആ 2 മണി സമയം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പാതി പേര് നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ആ ഉറക്കത്തിലായിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അവരറിയുന്നോ, അവർ
പലരും രാവിലെ പല സമയത്ത് എണീക്കുന്നവരായിരിക്കും. അപ്പോൾ എണീറ്റ് ഉടനെ നിങ്ങളുടെ വീഡിയോസ് കാണണമെന്നൊന്നും നിർബന്ധമില്ല. അവർക്ക് സമയം കിട്ടുമ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടോ അവരെ പതുക്കെയൊക്കെ അത് ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെ പതുക്കെ ഓരോരുത്തരായിട്ട് കാണുമ്പോഴേക്കും വിചാരിച്ചത്ര ആ വീഡിയോ നന്നായിട്ട് പോകുന്നു എന്നുള്ളത് യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെ കരുതില്ല. കാരണം നിങ്ങൾ ഈ വൈകുന്നേരം 6 മണിക്ക് പലരും രംഗത്തുള്ളപ്പോൾ തന്നെ ആ വീഡിയോ ഇട്ടപ്പോഴേക്കും യൂട്യൂബിൻ്റെ അൽഗോരിതം നോക്കുമ്പോഴേക്കും ധാരാളം പേര് ആ വീഡിയോ ഇട്ട ഉടനെ ചെന്ന് കാണുന്നുണ്ടതായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 3 മണിക്കും 2 മണിക്കും ഒക്കെ വെളുപ്പിനെ ഇടുമ്പോഴേക്കും അത് അൽഗോരിതം നോക്കുമ്പോഴേക്കും ഇത് ഒറ്റ കുഞ്ഞു പോലും ഈ ഉറക്കത്തിനിടയ്ക്കിൽ ആരെങ്കിലും എണീറ്റിട്ട് വീഡിയോസൊക്കെ നോക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരു കുഞ്ഞു പോലും അത് കാണുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ വലിയ ഗുണമൊന്നുമില്ല. അതിപ്പം വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതും യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മാത്രം കൊണ്ടല്ല വ്യൂസ് നിങ്ങളുടെ വീഡിയോസിന് വരുന്നത്. ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണമാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്ത കാര്യം. അത് നിങ്ങളെല്ലാവരും മനസ്സിൽ വയ്ക്കുക. പലപ്പോഴും തമ്പനെയിലിൽ പല രീതിയിലുള്ള ടൈറ്റിലും കൊടുത്താൽ മാത്രമേ നമ്മുടെ കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റ് ആയിരിക്കും. പക്ഷേ ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്ത് വരണമെങ്കിൽ തമ്പനെയിലോ നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിലോ ആകർഷകമായാൽ മാത്രമേ അവരെ നമ്മുടെ വീഡിയോയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ പ്രത്യേകിച്ചും ഈ കുക്കിംഗ് ചെയ്യുന്നവരും പിന്നെ ക്ഷേത്ര ദർശനം, നിങ്ങളുടെ ഡെയിലി വ്ളോഗ്സ് പലതും എൻ്റെ കാര്യം അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിന് നമ്മൾ ഒരുമിച്ച് ഈ കമൻസൊക്കെ ഇട്ടാൽ കമൻസ് സ്പാമായിട്ട് യൂട്യൂബ് അത് കുറേ കാലം ഡിസേബിൾ ചെയ്യും. അതുകൊണ്ട് ഞാൻ പലരുടെയും വീഡിയോസ് കാണാറുണ്ടെങ്കിലും കമൻസ് എല്ലാവർക്കും ഇടാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ തുടർന്നും ചാനൽ